Good evening. Today we can discuss different type of conflict. What is a conflict? What are the different type of conflict? How to settle this conflict? Any type of disagreement. ശരിക്കും അതാണ് കോൺഫ്ലിക്റ്റ്. ഒരു എന്തെങ്കിലും രീതിയിലുള്ള ഡിസഗ്രിമെന്റിന് നമുക്ക് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി ഇന്റർപേഴ്സണൽ. രണ്ട് വ്യക്തികൾ തമ്മിലാണെങ്കിൽ ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ്. ഇൻട്രാപേഴ്സണൽ കോൺഫ്ലിക്റ്റ് അയാളുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു മാനസിക സംഘർഷത്തിന് നമുക്ക് ഇൻട്രാപേഴ്സണൽ കോൺഫ്ലിക്റ്റ്. രണ്ട് ഗ്രൂപ്പ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്. ഒരു ഗ്രൂപ്പിന്റെ ഉള്ളിൽ തന്നെയുള്ള കോൺഫ്ലിക്റ്റ് ആണ് ഇൻട്രാ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്. രണ്ട് ഓർഗനൈസേഷൻ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ ഇന്റർ ഓർഗനൈസേഷൻ കോൺഫ്ലിക്റ്റ്. ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെയുള്ള കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ ഇൻട്രാ ഓർഗനൈസേഷൻ കോൺഫ്ലിക്റ്റ്. അപ്പൊ ഈ രീതിയിലാണ് ശരിക്കും പറഞ്ഞാല് ഈ കോൺഫ്ലിക്റ്റിന്റെ ഒരു രീതി. അപ്പൊ നമുക്ക് ഇതൊന്ന് പരിശോധിക്കാം വൺ ബൈ വൺ. ഓർഗനൈസേഷൻ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ is also known as workplace conflict. It is described the state of disagreement or misunderstanding by individual or group within the organization resulting from opposing needs, ideas, beliefs, values and goals. ഇങ്ങനെയൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. ഡിഫറെന്റ് അഭിപ്രായങ്ങൾ, ഡിഫറെന്റ് ആവശ്യങ്ങൾ, ഡിഫറെന്റ് ഐഡിയാസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, ഡിഫറെന്റ് ബിലീഫ് തമ്മിലുള്ള, ഡിഫറെന്റ് വാല്യൂസ് തമ്മിലുള്ള, ഡിഫറെന്റ് ഗോൾസ് തമ്മിലുള്ള, ഇതൊക്കെ നമ്മൾക്ക് ഓർഗനൈസേഷനിൽ മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു വ്യക്തികൾ തമ്മിലും സൊസൈറ്റിയിലും സംഭവിക്കാം. ബിസിനസ് ആൻഡ് ഓർഗനൈസേഷൻസ് ആർ എ പാർട്ട് ഓഫ് സൊസൈറ്റി. വി കനോട്ട് ബിസിനസ് ക്യാൻ റൺ അവേ ഫ്രം ദി സൊസൈറ്റി. അതുകൊണ്ട് തന്നെ ഈ ഐഡിയാസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, ബിലീഫ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, ഓപ്പോസിംഗ് നീഡ്സ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, വാല്യൂസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, ഗോൾസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, ഇതൊക്കെ സൊസൈറ്റിയിലും സംഭവിക്കുന്നുണ്ട്. ആസ് വെൽ ആസ് ഇൻ വർക്ക് പ്ലേസ് ഇറ്റ് ഈസ് ആൾസോ ഹാപ്പനിങ്. Then at the workplace, when two or more persons interact, conflict occurs when the opinion, the respective any task or decision are contradiction. രണ്ട് ആളുകൾ തമ്മിലുണ്ടെങ്കിൽ നാല് അഭിപ്രായം ഉണ്ടാവും. നാച്ചുറലി there is a conflict. അതാ സംഭവിക്കുന്നത്. Organization conflict occurs when the workers advocate for higher pay. Business owner or management want to pay level to remain the same. ഇത് ഏറ്റവും അധികം കോൺഫ്ലിക്റ്റ് വരുന്നത് എംപ്ലോയിയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് വരുന്നത് എപ്പോഴാച്ചാല് സാലറി കൂടുതൽ ചോദിക്കുമ്പോഴാണ്. സ്വാഭാവികമായിട്ടും സാധാരണ സാലറി കൂടുതൽ ചോദിച്ചാൽ മാനേജ്മെന്റ് തരാൻ പറ്റില്ല എന്ന് പറയും, അല്ലെങ്കിൽ അവര് they are not ready to change the present condition generally. So naturally there is a conflict will occur. അപ്പം then a type of conflict നേരത്തെ പറഞ്ഞ പോലെ intra or individual or intrapersonal conflict can be intrapersonal where an individual objectives and vision different from his or her company's overall vision. Intrapersonal conflict occurs within the individual. ഒരാളുടെ വ്യക്തിക്കുള്ളിൽ തന്നെയുള്ളതാണ് ഇൻട്രാപേഴ്സണൽ. മറ്റത് പറയുമ്പോൾ കമ്പനിന്റെ വിഷനും ഒക്കെ ആയിട്ട് ഇയാൾക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അത് ഇൻട്രാ പേഴ്സണൽ കോൺഫ്ലിക്റ്റ്. അപ്പൊ സ്വാഭാവികമായിട്ടും അയാൾക്ക് ടെൻഷൻ ഉണ്ട്. അതുപോലെ എക്സ്പീരിയൻസ് ടേക്ക് പ്ലേസ് ഇൻ ദി പേഴ്സൺസ് മൈൻഡ് ആൻഡ് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റ് ദാറ്റ് സൈക്കോളജിക്കൽ ഇൻവോൾവിംഗ് ദി ഇൻഡിവിജ്വൽ തോട്ട്, വാല്യൂസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ഇമോഷൻസ്. ഇപ്പം തീരെ ലിക്കർ കഴിക്കാത്ത ഒരാള് ഒരു ലിക്കർ ഷോപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് മാനസികമായിട്ട് ഒരു ടെൻഷനും അയാളുടെ വാല്യൂസിനെതിരാണ്, പ്രിൻസിപ്പിൾസിനെതിരാണ്, ഇമോഷൻസിനെതിരാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇതേപോലെ പലപ്പോഴും ഈ വർക്ക് പ്ലേസിൽ, പ്രത്യേകിച്ച് പുറത്തൊക്കെ പോയി വർക്ക് ചെയ്യുന്ന ആൾക്ക് അവരുടെ വാല്യൂസിനോടൊന്നും, അവരതുവരെ ഉണ്ടായിരുന്ന വാല്യൂസിനോടൊന്നും എന്താ പറയാ, അവർക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. നിങ്ങൾ അറബിക്കഥയില് ശ്രീനിവാസൻ അവിടെ ഗൾഫിൽ പോയിട്ട് ചുമടെടുക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ അയാൾ കമ്പ്യൂട്ടർ ഓപ്പറേറ്ററായി ജോലി കിട്ടുമ്പോൾ അയാളുടെ വാല്യൂസിന് വിരുദ്ധമാണ് ഇതൊക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഹാവിങ് മെന്റൽ കോൺഫ്ലിക്റ്റ്.
അതേപോലെ നമ്മൾ എപ്പോഴും പലരും അവരുടെ വാല്യൂ സിസ്റ്റത്തിനെതിരാണ് എന്ന് പറയുമ്പോൾ അതൊരു ഇൻട്രാ പേഴ്സണൽ കോൺഫ്ലിക്റ്റിന് കാരണമാകും. Interpersonal conflict is a conflict between two individuals of the organization. Basically occurs because of some difference in the people. We have varied personalities, which usually lead to the incompatible choice and opinions. ഈ ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ് രണ്ട് വ്യക്തി തമ്മിലുള്ള അല്ലെങ്കിൽ ഓർഗനൈസേഷൻ വ്യക്തിയൊക്കെ തമ്മിലുള്ള ഈ ബേസിക്കലി ദിസ് ഒക്കേഴ്സ് ബിക്കോസ് ഓഫ് സം ഡിഫറൻസ് ഇൻ ദി പീപ്പിൾ. എല്ലാ വ്യക്തികളും ഒരുപോലെ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവരുടെ വ്യൂസും അവരുടെ വാല്യൂസും ഒക്കെ തമ്മിൽ വ്യത്യാസം വരുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് ഒരു ബിയോണ്ട് ദി ലിമിറ്റ് ഇറ്റ് ഈസ് ലീഡ് ടു എ കോൺഫ്ലിക്റ്റ്. Then intra-group conflict occurs among the individual within the team. ഒരു ടീമിൽ തന്നെയുള്ള ആളുകൾ തമ്മിലുള്ള ഡിഫറെന്റ് ഒപ്പീനിയൻ. There are conflicts that typically involve more than one person within a group. The compatibilities and misunderstandings between team members lead to intra-group conflict. The intra-group is start from the interpersonal disagreement, like team members have different personalities which may lead to tension or difference in the views and ideas. One organization ഉള്ളിൽ തന്നെ intra-group conflict occurs among the individuals within the team. ഒരു ടീമിൽ തന്നെ ഉള്ള രണ്ട് വ്യക്തികളാവാം, but they belong to the same team. ഇത് നേരത്തെ പറഞ്ഞ ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ് പോലെ തന്നെയാണ് intra-group കോൺഫ്ലിക്റ്റും. കാരണം ഇവിടെ രണ്ട് വ്യക്തികളാണ്, ഒരു ഗ്രൂപ്പിലുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ്. We start from the interpersonal disagreement, like team members have different personalities. നേരത്തെ പറഞ്ഞ ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ് വരുന്ന പോലെ തന്നെയാണ് സെയിം വേ തന്നെയാണ് ഇൻട്രാ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് സംഭവിക്കുന്നത്. വ്യക്തികൾ തമ്മിലുള്ള വീസിലും ഐഡിയാസിലും ഒക്കെ ഉള്ള ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ലീഡ് ടു എ interpersonal conflicts as well as intergroup conflict when they are in the same group. Intergroup conflict occurs when a misunderstanding arises among the different teams within an organization. അതുപോലെ തന്നെ ഇന്റർഗ്രൂപ്പ് രണ്ട് ഗ്രൂപ്പ് തമ്മിലുള്ള ഒരു ഡിസഗ്രിമെന്റ് ഉണ്ടെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ച് അത് ഒരു ഇന്റർഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ആയി മാറും. ഇന്റർഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിന്റെ ഉള്ളിലുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അല്ലെങ്കിൽ അതിലധികം വ്യക്തികൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്. ഇന്റർഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രൂപ്പ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്. Then inter-organization conflict. Inter-organization conflict is a conflict that arises across the different organizations when the different businesses are competing against one another. This is an example of inter-organization conflict. രണ്ട് ഓർഗനൈസേഷൻ തമ്മിൽ, ഇത് നാച്ചുറലാണ്, രണ്ട് ഓർഗനൈസേഷൻ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. കാരണം ഒരേ ബിസിനസ് ചെയ്യുന്ന രണ്ട് ഓർഗനൈസേഷൻ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോഴാണ് മത്സരം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പം ഇപ്പൊ മഹേന്ദ്രയുടെ കാർ ഇറക്കുമ്പോൾ മാരുതിയുടെ ഡിമാൻഡ് കുറയാം, അല്ലെങ്കിൽ നിസാന്റെ വണ്ടി വരുമ്പോൾ മാർക്കറ്റ് ഷെയർ കുറയും. നാച്ചുറലി ദർ ഇസ് ലീഡ് ടു എ കോൺഫ്ലിക്റ്റ്. പ്രോസസ് ഓഫ് ഓർഗനൈസേഷൻ കോൺഫ്ലിക്റ്റ്. എങ്ങനെയാണ് ഓർഗനൈസേഷൻ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് നോക്കാം. മാനേജറിയൽ എക്സ്പെക്ടേഷൻ. Every employee is expected to meet the target imposed by their superior. When these expectations are misunderstood or not fulfilled within the stipulated time, conflict arises. ഓർഗനൈസേഷൻ കോൺഫ്ലിക്റ്റ്, മാനേജ്മെന്റിന്റെ ഒരു ടാർഗറ്റ് ഉണ്ടാവും, അത് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് കോൺഫ്ലിക്റ്റ് ആയിരിക്കും. എംപ്ലോയീസ് എക്സ്പെക്ടഡ് ടു മീറ്റ് ടാർഗറ്റ് imposed by her or his superior. When these expectations are misunderstood or not fulfilled within the stipulated time, conflict arises. ആ സമയപരിധിക്കുള്ളിൽ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ജോലിക്കാരനും മാനേജ്മെന്റും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് റൈസ് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. എല്ലാ കോൺഫ്ലിക്റ്റിന്റെ ഒരു പ്രശ്നമാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. വൺ ഓഫ് ദി മേജർ കോസസ് ഓഫ് conflict at the workplace, disruption in the communication. One employee requires certain information from another who doesn't respond properly. Conflict spark in the organization. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷെ നമുക്ക് എക്സിക്സിലെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പോർഷൻ ആണ്. Then you will get more.
If one employee requires certain information from another who does not respond properly, conflict will spark. Report ചെയ്തിട്ടില്ല, മാനേജ്മെന്റ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഡെയിലി സെയിൽസ് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ പ്രോപ്പർ ആയിട്ട് എംപ്ലോയീസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. There are so many type of disruptions and communication gap, communication barriers will lead to the conflict. Then causes of organization misunderstanding. Misunderstanding of information can also alleviate the dispute in the organization, in the sense that if one person misinterprets some information, and it can lead to series of conflicts. Paraspara dharana koravu and also information can also alleviate the dispute in the organization. Organization disputed down, one person misinterpreted some information. അതേപോലെ തന്നെ പരസ്പര ധാരണ ഇല്ലായ്മ, ഒരാൾ പറഞ്ഞത് ഇന്റർപ്രിറ്റേഷനുള്ള കുഴപ്പം, അതാണ് വലിയ പ്രശ്നം. ഈ ടെസ്റ്റുകളൊക്കെ മിസ്ഇന്റർപ്രറ്റ് ചെയ്തിട്ട് തോന്നുന്ന ഇന്റർപ്രറ്റ് ചെയ്യുക, അതാണ് സോഷ്യൽ പ്രോബ്ലം. അതേപോലെ തന്നെ ഒരാൾ പറഞ്ഞൊരു കാര്യം അത് അയാൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യപ്പെടുമ്പോൾ അവരുടെ കോൺഫ്ലിക്റ്റ് വരും. അത് വേണ്ടത്ര അപ്പോൾ പരസ്പര ധാരണ ഇല്ലാത്ത അവസ്ഥ വരും. Then lack of accountability. If a project responsibilities are not clear and some mistake has arisen of which no member of the team want to take responsibility, can also become causes of conflict in the organization. ഒരു പ്രോജക്റ്റ് റെസ്പോൺസിബിലിറ്റി പരസ്പരം ഏറ്റെടുക്കാൻ നോട്ട് ക്ലിയർ ആൻഡ് അത് തമ്മിൽ ഒരു ഓവർലാപ്പിംഗ്. ഇപ്പൊ ഒരു പർട്ടിക്കുലർ ജോബ് അത് അയാൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞു വന്നാൽ കോൺഫ്ലിക്റ്റ്. അപ്പൊ ഒരാൾ അത് ചെയ്യേണ്ട, അത് എന്റെ ജോലിയല്ല, അത് മറ്റാളുടെ ജോലിയാണ്, അത് സെയിൽസിന്റെ ആൾ ചെയ്യേണ്ടതാണ്, ഞാൻ അക്കൗണ്ട്സിലാണ് അല്ലെങ്കിൽ ഞാൻ വേറെ ഡിപ്പാർട്ട്മെന്റിലാണ്, അത് അയാൾ ചെയ്യട്ടെ, അല്ലെങ്കിൽ എന്റെ സുപ്പീരിയർ ചെയ്യട്ടെ, അല്ലെങ്കിൽ എന്റെ സബോർഡിനേറ്റ് ചെയ്യട്ടെ, അങ്ങനെ പറഞ്ഞാൽ അവിടെ കോൺഫ്ലിക്റ്റ് വരികയും. റിസോൾവിംഗ് കോൺഫ്ലിക്റ്റ് എൻഡ് ദി ഡിസ്പ്യൂട്ട് ബൈ സാറ്റിസ്ഫൈങ് ഇൻട്രസ്റ്റ് ഓഫ് ബോത്ത് പാർട്ടീസ്. ശരിക്കും പറഞ്ഞാൽ ഈ കോൺഫ്ലിക്റ്റ് ശരിക്കും സോൾവ് ചെയ്യാന്ന് പറയുമ്പോൾ ഇതൊരു വിൻ വിൻ ഗെയിമാണ്. രണ്ടുപേരും ഹാപ്പി ആയിട്ട് സോൾവ് ചെയ്യുമ്പോഴാണ് അത് കോൺഫ്ലിക്റ്റ് ശരിക്കുള്ള സൊല്യൂഷൻ. ഒരു തീരുമാനം മറ്റേ ആളെ അടിച്ചേൽപ്പിക്കുമ്പോൾ it will not be a resolution of the conflict. Resolving the conflict is a successful resolving the conflict is both the parties getting happy and satisfaction from the decision. Our goal in the conflict resolution always should seek a resolution based on mutual gain. ഈ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്നുള്ള സംഭവം നമ്മൾ പഠിക്കുന്നതും അത് അങ്ങനെ പഠിപ്പിക്കുന്നതും ഒക്കെ എന്തിനാണ്? രണ്ടുപേർക്കും ഗെയിൻ ഉണ്ടാവുന്ന രീതിയിൽ കോൺഫ്ലിക്റ്റ് നമുക്ക് പരിഹരിക്കാൻ പറ്റും. റിയലിസ്റ്റിക്കലി ഹൗവർ റെസൊല്യൂഷൻ ഈസ് നോട്ട് ആൾവേസ് പോസിബിൾ. പലപ്പോഴും ഇത് പോസിബിൾ അല്ല. പക്ഷെ അങ്ങനെ ഒരു മാനസികമായ അവസ്ഥ ഉണ്ടാക്കിയെടുത്താലേ നല്ലൊരു കോൺഫ്ലിക്ട് റെസൊല്യൂഷനോ നല്ലൊരു കോൺഫ്ലിക്ട് മാനേജ്മെന്റ് ഉള്ളൂ. വെൻ ഇൻ ദി കേസ് we must manage the conflict to ensure that the relationship is constructive and that open communication is maintained. Relationship constructive ആയിരിക്കണം, open communication is maintained ചെയ്യണം. Successful conflict resolution depend on the ability to regulate stress and emotions. When this is the case, we must manage the conflict to ensure that relationship is constructive and that open communication is maintained. Successful conflict resolution depend on the ability to regulate stress and emotion. ശരിക്കും പറഞ്ഞാൽ അതൊരു മെന്റൽ സ്റ്റേറ്റ് ആണ്. നമ്മൾ എത്രത്തോളം നന്നായിട്ട് അവരുടെ കോൺഫ്ലിക്റ്റ് ഇൻവോൾവ് ആയ ആളുകളുടെ സ്ട്രെസ്സും ഇമോഷൻസും എത്രത്തോളം നന്നായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നു, മാനേജ് ചെയ്യാൻ പറ്റുന്നു, ഈ ആളുകൾ എത്രത്തോളം ഹാപ്പിയാണ്. ഇപ്പോ ഐ ഫീൽ ഐ ഗോട്ട് ഗെയിൻ, ഇപ്പൊ ഇയാൾ വന്ന് പറഞ്ഞു സമാധാനിപ്പിച്ചു, അപ്പോൾ എന്റെ സ്ട്രെസ് കുറഞ്ഞു, ഞാൻ എന്റെ ഇമോഷൻസ് ബെറ്റർ ആയി, then is a happily resolved the conflict. Resolving and dispute by the satisfying interest of both parties. രണ്ട് പാർട്ടിയുടെ ഇൻട്രസ്റ്റും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ കോൺഫ്ലിക്റ്റ് നന്നായിട്ട് സോൾവ് ചെയ്ത് പറയാം. ഡ്യൂറിംഗ് ദി കോൺഫ്ലിക്റ്റിന്റെ സമയത്ത് സ്ട്രോങ് ഇമോഷൻസ് അപ്പിയർ വിച്ച് ക്യാൻ ഹാർട്ട് ദി ഫീലിംഗ്സ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ അടി ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിയിട്ടുണ്ടാവാം, ഇമോഷൻ വേർഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടാവാം. ഇതൊക്കെ ഹീൽ ചെയ്യണം കോൺഫ്ലിക്റ്റ്.
resolution. When a person deals with the conflict in a healthy way, it increases the understanding among the people, build trust and strengthen the relationship. Conflict resolution is only a 5-step process. ഒരു പ്രോസസ് സ്റ്റെപ്പ് ബൈ പ്രോസസ് ചില റിസർച്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ട്. ജസ്റ്റ് ഗോ ത്രൂ ദിറ്റ്. ഈ കോൺഫ്ലിക്റ്റില് നമ്മൾ ഇമോഷൻസും ഹർട്ട് ചെയ്ത ഫീലിങ്സ് ഒക്കെ മാറി കോൺഫ്ലിക്റ്റ് ഹെൽത്തി വേയിൽ സോൾവ് ചെയ്യുന്നാൽ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് നന്നായിരിക്കണം. ജനങ്ങൾ തമ്മിലുള്ള വ്യക്തികൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൽ ഇൻവോൾവ് ആയ വ്യക്തികൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് വർദ്ധിക്കണം, ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം, റിലേഷൻഷിപ്പ് സ്ട്രെങ്ത് ആവണം. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് ബെറ്റർ ആയിട്ട് റിസോൾവ് ചെയ്തെന്ന് പറയാൻ പറ്റും. അപ്പൊ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു 5 സ്റ്റെപ്പ് ഇത് പല ടെക്സ്റ്റ് ബുക്കുകളിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ പ്രോസസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലയിൽ 6 സ്റ്റെപ്പ് ഉണ്ടാവും, ചിലയിൽ 4 ഉണ്ടാവുള്ളൂ. ഡിപ്പെൻഡ്, ചില ഓതേഴ്സ് ചില രീതിയിൽ എഴുതുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഓർഗനൈസേഷനിലും ഇതേപോലെ തന്നെ നമ്മൾ വർക്ക്ഔട്ട് ആയിരിക്കണമെന്നില്ല. ഡിപ്പെൻഡ് ഓൺ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ദി കോണ്ടെക്സ്റ്റ് ആൻഡ് സിനാരിയോ ഡിഫറെന്റ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഇഷ്യൂസ് ഒക്കെ ഡിഫറെന്റ് ആവും. അപ്പോൾ ഇത് നമുക്ക് ഒരു അറേ പോലെ നമുക്ക് ഫിറ്റ് ആക്കാൻ പറ്റില്ല. റെസൊല്യൂഷൻ പ്രോസസ്സ് ഡിഫറെന്റ് ഇതിൽ ഈ സ്റ്റെപ്പുകളൊക്കെ ജനറലി ഉണ്ടാവാം. ഐഡന്റിഫൈ ദി സോഴ്സ് ഓഫ് കോൺഫ്ലിക്ട്, ദി മോർ ഇൻഫർമേഷൻ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ദി സോഴ്സ് എവിടുന്നാണ് ഈ പ്രശ്നം ഉണ്ടായതെന്ന് നമ്മൾ അത് കണ്ടുപിടിക്കണം. മോർ ഇൻഫർമേഷൻ വി ഹാവ് അബൌട്ട് ദി കോസ് ഓഫ് ദി കോൺഫ്ലിക്ട്, മോർ ഈസിലി വി ക്യാൻ ഹെൽപ് ടു റിസോൾവ്. ഇത് എവിടുന്നാണ് വന്നത് എന്ന് അറിയുമ്പോഴാണ് നമുക്കത് എവിടുന്ന അത് സോൾവ് ചെയ്യാൻ ഏറ്റവും നല്ലത് വേണ്ടതാണ്. ടു ഗെറ്റ് ഇൻഫർമേഷൻ വി നീഡ് ഇറ്റ്സ് എ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ടു ഐഡന്റിഫൈ ദി കോസ്. ലൈക്ക് ഹൗ ഡിഡ് ദിസ് ഇൻസിഡന്റ് ബിഗൻ, എവിടുന്ന് തുടങ്ങി, ഇത് നമ്മൾ ചോദിച്ചറിഞ്ഞിട്ട് ഈ പ്രശ്നം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന്റെ കാരണം കണ്ടെത്തണം. As a manager or supervisor, we need to give both parties a chance to share their side of the story. It will give a better understanding of the situation. നമ്മൾ മാനേജർ, നമ്മൾ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ചെയ്യുന്ന ആള്, ഒരു മീഡിയേറ്റർ അല്ലെങ്കിൽ റിസോൾവർ എന്ന നിലയ്ക്ക് എന്ത് ചെയ്യണം? നീഡ് ടു ഗിവ് ബോത്ത് പാർട്ടീസ് എ ചാൻസ് ടു ഷെയർ ദെയർ സൈഡ് ഓഫ് ദി സ്റ്റോറി. അവരുടെ ആംഗിളിൽ അവരോട് ഇത് പറയണം. അവരോട് നമ്മൾ പറയും, ഇപ്പൊ നമ്മള് മീഡിയേറ്റർ ആണെങ്കിൽ നമ്മൾ വി വിൽ സിറ്റ് ഇൻ ദി മിഡിൽ ആൻഡ് ബോത്ത് പാർട്ടീസ് ആർ സിറ്റിംഗ് ആൻഡ് വി വിൽ ദേ ആർ ഷെയറിംഗ് ആൻഡ് ഓപ്പൺലി ദേ ആർ എക്സ്പ്രസ് ദെയർ ഇമോഷൻസ്, their feelings and their grievances. അപ്പോ അപ്പൊ തന്നെ ഒരു പക്ഷേ ഈ പ്രശ്നങ്ങൾ കുറെ സോൾവ് ആവും. അപ്പൊ തന്നെ പ്രശ്നങ്ങൾ സോൾവ് ആവും. അപ്പോ ഇത് പിന്നെ ഒന്ന് തുറന്നു പറഞ്ഞാൽ മതി. Then look beyond the incident. ഇത് വലിയൊരു പ്രശ്നമാണ്. പക്ഷെ നമ്മൾ പുറത്തേക്ക് കാണുന്ന മാതിരിയാവില്ല കോൺഫ്ലിക്റ്റിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ. പുറത്തേക്കുള്ള ഒരു ഇഷ്യൂ ആവില്ല, അതിന്റെ ഉള്ളില് വേറെ ഇഷ്യൂസ് ഉണ്ടാവും. The source of conflict might be a minor problem that occurred months before, but level of stress has grown to the point where two parties have become attacking each other personally instead of addressing their real problem. അങ്ങനെയാണ്. അതായത് എന്തെങ്കിലും ഇവർ തമ്മിൽ വേറെ വല്ല വ്യക്തി വൈരാഗ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോഴാണ് പിന്നെ ഇവർ തമ്മിൽ പിന്നെ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ അല്ലെങ്കിൽ വേറൊരു ഇഷ്യൂ ഉണ്ടാവുമ്പോൾ ഇവര് തമ്മിൽ അത് ഭയങ്കര അത് പൊട്ടിത്തെറിക്കുകയാണ്. ഇപ്പം ഒരു കോളേജ് പഠിക്കുന്ന കാലത്ത് ഭയങ്കര അടിയായി, അവർ തമ്മിൽ പിന്നെ അത് സെറ്റിൽ ചെയ്തിട്ടില്ല. ഇവര് പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് വിദേശത്ത് പോയി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുക. അപ്പോഴാണ് ഇവനാണ് എന്റെ ഇവിടെ കൂട്ടുള്ളത്. ഇവര് തമ്മിൽ ഒരുപാട് ഇഷ്യൂസ് ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോ ഇവര് തമ്മിൽ ചിലപ്പം കോൺഫ്ലിക്റ്റ് വരാം. കാരണം അവരുടെ പഴയ കാര്യങ്ങൾ, ചിലവര് അത് നല്ല ഹെൽത്തി ആവും, അവർ തമ്മിൽ ഭയങ്കര അടുപ്പാവാം, ചില അത് നിലനിൽക്കാനും സാധ്യതയുണ്ട്. In a calm of our office, we can't triggering the incident to see the real cause. Once again, the problem, probing the questions will help. Upon the in a calm of our office, we can't get them look beyond the triggering the incident to see the real cause. Once again, probing the questions will help. അപ്പോൾ നമ്മൾ ആ യഥാർത്ഥ ഇൻസിഡന്റ് കണ്ടെത്തണം. എന്തുവാണ് രണ്ടുപേരും യഥാർത്ഥ ഇൻസിഡന്റ്? ചിലപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഇവർ ഉടക്കുണ്ടാക്കുന്നത്, എന്തിനപ്പോ ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നത്തിന് ചിലപ്പോൾ ഭയങ്കര അഗ്രസീവ് റിയാക്ട് ചെയ്യണതാണ്. അപ്പൊ അതിന്റെ കാരണം എന്താ വെച്ചാൽ ആ ഒരു ഇൻസിഡന്റ് അല്ല ഈ ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്. അതിന്റെ മുന്നേ ഒരുപാട് ഫ്ലാഷ് ബാക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ മുന്നേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ അത് മനസ്സിലുണ്ടെങ്കിൽ അതും കൂടി ക്ലിയർ ചെയ്താലേ ഒരുപക്ഷെ പ്രശ്നം സോൾവ് ആവുള്ളൂ. പിന്നെ അപ്പോ ആദ്യം ഇതിന്റെ എവിടുന്നാണ് വന്നതെന്ന് അന്വേഷിക്കണം. അതുപോലെ ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് അന്വേഷിക്കണം.
എന്നിട്ടാണ് നമുക്ക് സൊല്യൂഷൻ നോക്കാൻ പറ്റുള്ളൂ. After getting each party's viewpoint on the conflict, next step is to get each to identify how situation could be changed. രണ്ടാൾക്കാരോടും ചോദിക്കാം എങ്ങനെ ഇപ്പൊ ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്യാം. പ്രശ്നങ്ങൾ തമ്മിലൊക്കെ ഉണ്ടാവാം, പക്ഷെ ഹൗ ടു ഗെറ്റ് ഇറ്റ് സോൾവ്ഡ്. ക്വസ്റ്റ്യൻ ഓഫ് ദി വീണ്ടും ചോദിക്കാം, ഹൗ കാൻ യു മേക്ക് തിങ്സ് ബെറ്റർ ബിറ്റ്വീൻ യു. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ എങ്ങനെയും ബെറ്റർ ചെയ്യാൻ പറ്റും. പ്രശ്നങ്ങൾ തമ്മിൽ അടിച്ചു, പ്രശ്നം ഉണ്ടായി, മറ്റാളുടെ ഷർട്ടിന്റെ കോളർ കീറി, ഇയാളുടെ ബട്ടൺ പൊട്ടി, ഒക്കെ ചെയ്തു, ഒക്കെ ശരി, സംഭവിച്ചു. ഇറ്റ് ഈസ് ഹാപ്പൻഡ്. ഹൗ ടു സോൾവ് ദി ഇഷ്യൂ നൗ. നിങ്ങൾ തമ്മിലൊന്ന് നല്ലപോലെ ആയി കാണാൻ എന്ത് ചെയ്യും? ഇത് ചിലപ്പോൾ ഗ്രൂപ്പ് തമ്മിലാവാം, വ്യക്തി തമ്മിലാവാം, ഓർഗനൈസേഷൻ തമ്മിലാവാം. അപ്പൊ അതിന്റെ ലെവൽ മാറുന്ന മാത്രം. Then identify the solution of both the disputers can support. We can listening for most acceptable course of action, point out the merit of the various ideas, not only from the each other's perspective, but in the terms of benefit of the organization. So, രണ്ടുപേരും identify both disputant can support. നമ്മൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കണം. We are listening the most acceptable course of action. എന്നിട്ട് രണ്ടു കൂട്ടരോട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് അവരെ കേട്ടിട്ട് ഒരു മോസ്റ്റ് ആക്സെപ്റ്റബിൾ വേയിൽ കൂടെ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും ശ്രമിക്കാം. ബോത്ത് ദി മെറിറ്റ് ഓഫ് ദി വേരിയസ് ഐഡിയാസ്. പല ഐഡിയകളും വരും, പലരും പലത് എന്നിട്ട് അത് അതിന്റെ മെറിറ്റ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് മറ്റുള്ള ആംഗിളിലൂടെയും കൂടി അത് കണ്ടിട്ട്, ബട്ട് ഇൻ ദി ടേംസ് ഓഫ് ബെനിഫിറ്റ് ദി ഓർഗനൈസേഷൻ. അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ടു ദി ഓർഗനൈസേഷൻ. വി മൈറ്റ് ഒരു എക്സാമ്പിൾ ആണെങ്കിൽ വി മൈറ്റ് പോയിന്റ് ഔട്ട് ടു നീഡ് ഫോർ ദി ഗ്രേറ്റ് കോപ്പറേഷൻ and collaboration to effectively address the team issues and departmental problems. Then last step, agreement. അത് കഴിഞ്ഞ ഒരു അഗ്രിമെന്റിൽ എത്തിച്ചേരാം. Mediator need to get the two parties to shake the hands, agree to one of the alternate, identify the step 4. അപ്പൊ നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഇതിലെന്താ ഒരു സൊല്യൂഷൻ, പലതും പറഞ്ഞ് പല ആൾക്കാരെ അഭിപ്രായം എടുത്തു, എന്നിട്ട് ഏറ്റവും ആക്സെപ്റ്റഡ് ആയുള്ള എല്ലാവർക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഓർഗനൈസേഷന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തുന്നു. അങ്ങനെ അത് വെച്ചിട്ട് പുതിയ അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു. ഇപ്പൊ ഓർഗനൈസേഷൻസ് ഒക്കെ തമ്മിൽ ആണെങ്കിൽ, അല്ലെങ്കിൽ വ്യക്തികളാണെങ്കിൽ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ഒരു സംതൃപ്തി, ഒരു ചായക്ക് കഴിച്ചിട്ട്, അല്ലെങ്കിൽ ഹാവ് എ ടീ ഓർ സ്നാക്സ് ഓർ അല്ലെങ്കിൽ സംതിങ് ഡ്രിങ്ക്, അങ്ങനെ അവർ പിരിയുന്നു. സം മീഡിയേറ്റർ ഗോ ഫോർ us to write up a contract in which action and time frame are specified. അങ്ങനെ നമ്മൾ ഘട്ടഘട്ടമായി സോൾവ് ചെയ്യും. എനിവേ, അപ്പോൾ ഇതിലൊക്കെ പല ടെസ്റ്റുകളും പല രീതിയിൽ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ OBയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ യു റൈറ്റ് ദിസ് വേ. ദാറ്റ്സ് ഓൾ. ഓക്കെ, താങ്ക് യു.